എല്ലാവർക്കും 10ാം ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് ലഭിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ പാർട്ടിലെടുത്ത ഭാഗത്തിൻ്റെ ബാക്കിയായി നമുക്കിനി ചർച്ച ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് കുറേ വേർഡ്സുകളൊക്കെ മിസ്സാവും. അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വേർഡ് ബൈ വേർഡ് ആയിട്ട് അകരം മീനിങ് പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ കമൻറ്റുകളൊക്കെ അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് വേർഡ് ബൈ വേർഡ് ആയിക്കൊണ്ടായിരിക്കും മീനിങ് പറയുക. അതുകൊണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് കാണരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് കുറേ വേർഡ്സുകൾ മിസ്സാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവൻ്റെ വീട് നിൽക്കുന്ന സ്ഥലവും അവൻ്റെ ആ ബനിയൻ ട്രീനെ കുറിച്ചിട്ടുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അവൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഒരു ചെറിയ ഗ്രേ സ്ക്വറലായിരുന്നു അത്. അവനെക്കുറിച്ചുള്ള നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അവൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു തരാം. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മാൾ റെഡ് ഫിഗ്സ്, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. ദ റെഡ് ബോട്ടമിഡ് ബുൾബുൾ, cheerful and greedy, gossiping rosy pastors and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. ഇനി വസന്തകാലത്തിൽ ആ ബനിയൻ ട്രീൻ്റെ ഒരു അവസ്ഥയാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കിനി അത് നോക്കാം. ഇൻ ദ സ്പ്രിംഗ്, ആ വസന്തകാലത്ത്. വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മാൾ റെഡ്, വെൻ ദ ബനിയൻ ട്രീ, ആ ബനിയൻ ട്രീ ആയപ്പോൾ, വാസ് ഫുൾ ഓഫ് സ്മാൾ റെഡ്, വാസ് അതായപ്പോൾ, ഫുൾ ഓഫ് നിറഞ്ഞങ്ങാണ്ടായപ്പോൾ, സ്മാൾ റെഡ് ഫിക്സ്, അത്തിപ്പായം, റെഡ് ഫിക്സ് എന്ന് പറയുന്നത് അത്തിപ്പായം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനത്തെ ചെറിയൊരു പഴങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ പഴങ്ങളൊക്കെ ആകെ ചെറിയ ആ ചുവന്ന നിറത്തിലുള്ള ആ പഴങ്ങൾ, ആ മരം ആകെ നിറഞ്ഞപ്പോൾ, ആ ഒരു വസന്തകാലത്ത് അങ്ങനെ ആകെ നിറഞ്ഞപ്പോൾ, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ വിഭാഗത്തിലുള്ള പക്ഷികളുമൊക്കെ എന്തായി വരാൻ തുടങ്ങി. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ വിഭാഗത്തിലുള്ള ബേർഡ്സുകളും പക്ഷികളും, വുഡ് ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ഒരു കൂട്ടത്തിനാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, പക്ഷികളുടെ കൂട്ടത്തിനാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ വിഭാഗത്തിലുള്ള പക്ഷികളും അങ്ങോട്ട് കൂട്ടമായി വരാൻ തുടങ്ങി. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കൂട്ടത്തിനാണ്. അപ്പോൾ എല്ലാ പക്ഷികളുടെ വിഭാഗങ്ങളും അങ്ങോട്ട് കൂട്ടമായി കൊണ്ട് വരാൻ തുടങ്ങി. ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിനാ ചുള്ളിക്കമ്പിയിലേക്ക്, അതിൻ്റെ കമ്പുകളിലേക്ക് എന്തായി പക്ഷികളൊക്കെ വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ആ പക്ഷികൾ ഏതൊക്കെയാണ് പറഞ്ഞു തരാൻ കേട്ടോ. ദ റെഡ് ബോട്ടമിഡ് ബുൾബുൾ, cheerful and greedy, gossiping rosy pastors, അതൊക്കെ ആ പക്ഷികളാണ്. ആ പക്ഷികളെ പേരൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിന് എഴുതുമ്പോൾ ആവശ്യം വരും. ഇനി ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രൗസ്. പാരറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം തത്തമ്മ, അതുപോലെ തന്നെ ക്രൗഡ്സ് കാക്കകൾ. അങ്ങനത്തെ ഓരോ പക്ഷികളും എന്തായി വരാൻ തുടങ്ങി. ആ പക്ഷികളെ പേരൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്കോബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കശപിശ കൂട്ടാനൊക്കെ പറയില്ലേ, തമ്മിൽ തല്ലുകൂടുക, അതിനൊക്കെയാണ് ഈ സ്കോബ്ലിംഗ് എന്ന് പറയുക. സ്കോബ്ലിംഗ് വിത്ത് ഈച്ച് അതേഴ്സ് ഓൾ ദ ടൈം. അവരെല്ലാവരും മറ്റുള്ളവരോട് കൂടി എന്താവുന്നുണ്ട്, കശപിശ കൂടുന്നുണ്ട്, തല്ലുകൂടുന്നുണ്ട്. ആ പക്ഷികളുടെ സൗണ്ടാണ് അവിടെ. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ആ ഫിഗ് സീസണിൽ ആ പഴം കായ്ക്കുന്ന സമയത്തിൽ, ദ ബനിയൻ ട്രീ വാസ് ദ നോയിസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ റോഡിൽ ഏറ്റവും ശബ്ദമുള്ള പ്ലേസ് എന്ന് പറയുന്നത് ആ ബനിയൻ ട്രീ ആയിരിക്കും. ഇനി നമുക്കതിൻ്റെ ഒരു ആശയം ഒന്ന് നോക്കാം. ഈ വസന്തകാലത്ത് ആൽമരത്തിൽ ചുവന്ന പഴങ്ങൾ കുറേ ഉണ്ടാവുമായിരുന്നു.
എല്ലാ ഇനത്തിൽപ്പെട്ട പക്ഷികളും അതിൽ വരുമായിരുന്നു. പ്രത്യേകിച്ച് റെഡ് ബോട്ടമിഡ് ബുൾബുൾ, cheerful and greedy, wasp and rosy pastors and parrots and crowds ഇവരൊക്കെ വരുമായിരുന്നു. മാത്രമല്ല ഇവരൊക്കെ അവിടെ വന്നുകൊണ്ട് കശപിശ കൂട്ടുകയും ചെയ്യുമായിരുന്നു. ആ ആ കാലത്ത് ആ സ്ഥലമെന്ന് വെച്ചാൽ അവിടെ ഏറ്റവും ശബ്ദമുള്ള സ്ഥലമായി തീർന്നു. ഇനി അതിൻ്റെ അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം. Halfway up the tree I had built a smart platform on which I would often spend the afternoons when it was too hot. I could read there, propping myself up against the bole of the tree with cues taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. ആ കുട്ടി അവൻ്റെ വൈകുന്നേരങ്ങൾ എങ്ങനെയായിരുന്നു ചെലവഴിച്ചിരുന്നത് എന്നാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കിനി അതിൻ്റെ ഓരോ വേർഡ് ബൈ വേർഡായി കണ്ട് മീനിങ് നോക്കാം. ഹാൽഫ് വേ എന്തായിരുന്നാലും അപ്പ് ദ ട്രീ, ആ മരത്തിൻ്റെ മുകളിൽ. ഐ ഹാഡ് ബിൽറ്റ് എ സ്മാർട്ട് പ്ലാറ്റ്ഫോം, ആ മരത്തിന് മുകളിൽ ചെറിയൊരു പ്ലാറ്റ്ഫോം എന്തായി അവൻ നിർമ്മിച്ചു. ഓൺ വിച്ച്, അവിടെ ഉദ്ദേശിക്കുന്നത് അതന്നെ, അവൻ്റെ ആ മരത്തിൻ്റെ മുകളിൽ ചെറിയൊരു പ്ലാറ്റ്ഫോം അവനക്ക് ഇരിക്കാനുള്ള ചെറിയൊരു സ്ഥലം നിർമ്മിച്ചു. ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ടു ഹോട്ട്, ഈ വൈകുന്നേരങ്ങൾ വളരെയധികം ചൂടാകുമ്പോൾ ഞാൻ അവിടെ കുത്തിരുന്നിട്ടായിരുന്നു എൻ്റെ ഓരോ വൈകുന്നേരങ്ങളും ഞാൻ ചിലവഴിച്ചിരുന്നത്. ഐ കുഡ് റീഡ് ദർ, ഞാൻ മാത്രമല്ല അവിടെ കുത്തിരിക്കുമ്പോൾ എന്താണ് ചെയ്യാറ്, ഐ കുഡ് റീഡ് ദർ, ഞാൻ അവിടെ കുത്തിരുന്ന് കൊണ്ട് വായിക്കുകയായിരിക്കും ചെയ്യുക. എന്താ വായിക്കുക, പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദി ട്രീ. പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് കൊടുക്കുക. അതായത് ആദ്യം ഞാൻ പറഞ്ഞുതരാം അവിടെ എന്താണെന്ന്. പ്രോപ്പിംഗ് ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കാൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൈസെൽഫ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ സപ്പോർട്ട് കൊടുക്കും. അപ്പം അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദി ട്രീ, ബോൾ എന്ന് പറഞ്ഞാൽ മെയിൻ സ്റ്റെം ഉണ്ടല്ലോ, ആ മരത്തിൻ്റെ മെയിൻ തടിയിലേക്ക് എന്താകും അവൻ തന്നെ സപ്പോർട്ട് എടുക്കുന്ന ഉദ്ദേശിക്കുന്നത്. അവൻ തന്നെ ആദ്യമേ ഇങ്ങനെ ചാരിങ്ങനെ ഇരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ മരത്തമ്മേ ചാരിഞ്ഞിരിക്കും. അപ്പോൾ പ്രോപ്പിംഗ് മൈസെൽഫ്, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചാരി നിൽക്കും. അപ്പോൾ അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദി ട്രീ, ആ മരത്തിൻ്റെ സ്റ്റെമ്പിൽ ഞാൻ എന്താകും ചാരിങ്ങി നിൽക്കും. വിത്ത് ക്യൂഷസ് ടേക്കൻ ഫ്രം ദി ഡ്രോയിങ് റൂം, അവൻ്റെ ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്ത ക്യൂഷസ് എന്ന തലയിണ, അതിൽ കൊണ്ടായിരിക്കും അവൻ അവിടെ ചാരിയിരിക്കുക. ഇനി അവിടെ ചെന്നിട്ട് അവൻ ഏതൊക്കെ ബുക്ക് ആയിരിക്കും വായിക്കുക എന്നാണ് അടുത്ത പാരഗ്രാഫ് അതിൽ തന്നെ പറയുന്നത്. ട്രഷർ ഐലാൻഡ്, ഹക്കൽബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോഫ്സ് ആൻഡ് ലോയിസ മേ അൽക്കോട്ട് മേഡ് മൈ ബേക്ക് ഓഫ് മിക്സഡ് റീഡിങ്. ഇവിടെ വരെ മേ അൽക്കോട്ട്, അവിടെ വരെ എന്താണ് അവന് വായിക്കുന്ന ബുക്കുകളുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിക്കൊണ്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്, എൻ്റെ ബാഗിൽ പലതരം ബുക്കുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചെറിയൊരു ആശയം ഞാൻ പറഞ്ഞുതരാം. ഈ അധികം ചൂടുള്ള ഈ സമയത്ത്, വൈകുന്നേരത്തിൽ അധികം ചൂടുണ്ടാവുന്ന സമയത്ത് ഞാൻ മരത്തിൻ്റെ മുകളിൽ ഒരു പകുതി ഉയരത്തിൽ ഞാനൊരു ചെറിയൊരു തട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഉയരത്തിൽ ചെറിയൊരു തട്ട് അവൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആ ഡ്രോയിങ് റൂമിൽ നിന്ന് കൊണ്ടുവന്ന തലയിണ അവിടെ വെച്ചുകൊണ്ട് മരത്തിൽ ചാരി വെച്ചുകൊണ്ട് അവൻ ആ മെയിൻ തടിയിൽ എന്താകും ഇങ്ങനെ മെയിൻ തടിയിൽ ഇരിക്കുമായിരുന്നു. മെയിൻ തടിയിൽ ഇങ്ങനെ ഇരിക്കും. മാത്രമല്ല അവന് അവിടെ അങ്ങനെ ഇരുന്നു കൊണ്ട് കുറച്ച് ബുക്സൊക്കെ വായിക്കുകയും ചെയ്യും. ആ ബുക്സുകളുടെ പേരാണ് ട്രഷർ ഐലാൻഡ്, ഹക്കൽബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോഫ്സ് ആൻഡ് ലോയിസ മേ അൽക്കോട്ട്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. When I did not feel like reading, I could look down through the banyan
leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually, nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. ഇനി അതിൻ്റെ ഒരു ഇനി അവനക്ക് വായിക്കണ ഇഷ്ടമില്ലാത്ത ടൈമിൽ അഥവാ ചെറിയ ആഫ്റ്റർനൂണിൽ അവനക്ക് വായിക്കണ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈമിൽ അവന് എന്തായിരുന്നു ചെയ്യുന്നത്, എന്താണ് പറഞ്ഞു തരുന്നത്. എന്നാൽ അതിൻ്റെ വേർഡ് ബൈ വേർഡ് ആയി കണ്ട് അതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റൈഡിങ്, വെൻ ഐ ഡിഡ് ഞാനാകുമ്പോൾ, നോട്ട് ഫീൽ എനിക്ക് ഫീൽ ആകാതിരിക്കുമ്പോൾ, എനിക്ക് ഫീൽ ആകാതിരിക്കുമ്പോൾ, ലൈക്ക് റീഡിങ് ഈ വായന പോലത്തെ ഓരോ കാര്യങ്ങൾ എനിക്ക് ഫീൽ ആകാതിരിക്കുമ്പോൾ, ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ്. ഐ കുഡ് ലുക്ക് ഡൗൺ, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ. ഞാൻ അപ്പോൾ എന്താവും, താഴേക്ക് ഇങ്ങനെ നോക്കും. ത്രൂ ദ ബനിയൻ ലീവ്സ്, ആ ബനിയൻ ആ ആൽമരത്തിൻ്റെ ഇടയിൽ കൂടി ഞാൻ എന്താകും, താഴത്തേക്ക് ഇങ്ങനെ നോക്കും. അറ്റ് ദ വേൾഡ് ബിലോ, ആ താഴത്തുള്ള ഭൂമിയിലേക്ക് ആ ഇലകളുടെ ഇടയിലായിക്കൊണ്ട് ഞാൻ താഴത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് എന്ന് കാണുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ്. ചിലപ്പോൾ ഗ്രാൻഡ് മദർ എന്തായിരിക്കും, ഹാങ്ങിങ് അപ്പ് തൂക്കിയിടുകയായിരിക്കും. അല്ലെങ്കിലോ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാറില്ല നമ്മൾ, ഡ്രസ്സൊക്കെ ഹാങ്കർ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഹാങ്ങിങ് തൂക്കിയിടുകയായിരിക്കും. തൂക്കിയിടുകയായിരിക്കും. ഓർ അല്ലെങ്കിലോ ടേക്ക് ഡൗൺ, അതിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുക്കുകയായിരിക്കും. എവിടുന്ന്, ഡൗൺ ദ വാഷിംഗ്, ആ വാഷിങ് ചെയ്ത അലക്കിയ തുണികൾ ഒന്നിരിക്കൽ അവിടെ ഇങ്ങനെ തൂക്കിയിടുകയായിരിക്കും. അല്ലെങ്കിൽ ആ ഉണങ്ങിയതൊക്കെ എടുക്കുകയായിരിക്കും. അറ്റ് ദ കുക്ക്, അത് ഇപ്പോൾ പറഞ്ഞത് ഗ്രാൻഡ് മദറിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഇനി ഒരു കുക്ക്, ആ കുക്കിൻ്റെ അവസ്ഥയ്ക്ക് നോക്കിയാൽ എന്താ അവസ്ഥ, അറ്റ് ദ കുക്ക്. ഇനി കുക്കിനെ നേരക്ക് നോക്കിയാലോ, ക്വാരലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡൂർ. ക്വാരലിംഗ് എന്ന് പറഞ്ഞാൽ തർക്കിക്ക. അപ്പം എന്താ ചെയ്യുന്നത്, ക്വാരലിംഗ് തർക്കിക്കുകയായിരിക്കും. വിത്ത് എ ഫ്രൂട്ട് വെൻഡൂർ, ഒരു പഴക്കച്ചവടക്കാരനോട് കൂടെ തർക്കിക്കുകയായിരിക്കും. അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടക്കാരനോട് കൂടെ തർക്കിക്കുകയായിരിക്കും ചെയ്യുക. വെറുതെ തർക്കിക്കാനല്ല, വിലപേശിക്കൊണ്ട് തർക്കിക്കുകയായിരിക്കും ചെയ്യുക. ഓർ അറ്റ്, ഇപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ നോക്കിയാൽ അവസ്ഥയും പറഞ്ഞു. അതുപോലെ തന്നെ കുക്കിനെ നോക്കിയാലും അവസ്ഥ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ഇനി അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ നോക്കിയാൽ എന്താക്കിയ അവസ്ഥ, അതാണ് ഈ പറയുന്നത്. അറ്റ് ഗ്രാൻഡ് ഫാദർ, അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ നോക്കിയാലോ, ഗ്രംബ്ലിങ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കൂലെ, ഇങ്ങനെ പിറുപിറുക്കും, അങ്ങനെ പിറുപിറുക്കുകയായിരിക്കും. വെറുതെ ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്ക് നമ്മൾക്ക് ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ പിറുപിറുക്കൽ. അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ പിറുപിറുക്കും. വെറുതെ പിറുപിറുക്കാണോ, അല്ല. അറ്റ് ദ ഹാർഡ് ഇന്ത്യൻ മേരിഗോൾഡ്സ് എന്ന് പറഞ്ഞാൽ മല്ലിക. ആ മല്ലികമ്മക്ക് ഇങ്ങനെ ഇന്ത്യൻ മല്ലികമ്മക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പിറുപിറുക്കും. എന്തിനാണ് പിറുപിറുക്കുന്നത്, ആ മല്ലികകൾ എങ്ങനത്തെ മല്ലികകളാണ്, വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ്. ഇൻസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വളരുക, സ്പ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ ഇൻസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ശക്തമാവുക, സ്പ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ വളരുക. അപ്പം എന്താവുന്നുണ്ട്, വിച്ച് ഇൻസിസ്റ്റഡ് അത് ശക്തമായിക്കൊണ്ട്, ഓൺ സ്പ്രിങ്ങിങ് അപ്പോൾ ഓൾ ഹിസ് ഇംഗ്ലീഷ് ഗാർഡൻ. സ്പ്രിങ്ങിങ് ശക്തമായിക്കൊണ്ട് വളരുന്നുണ്ട് ആ ചെടി, ആ മല്ലികകൾ. അപ്പോൾ ഓൾ ഹിസ് ഇംഗ്ലീഷ് ഗാർഡൻ, അദ്ദേഹത്തിൻ്റെ ആ ഇംഗ്ലീഷ് ഗാർഡനിൽ ആ മല്ലികകൾ എന്താവുന്നുണ്ട്, നല്ലോണം വളരുന്നുണ്ട്. അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പിറുപിറുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ മല്ലികകൾ അധികമായിക്കൊണ്ട് ഇങ്ങനെ ശക്തമായിക്കൊണ്ട് വളരുന്നുണ്ട്. അത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പിറുപിറുക്കാണ്. യൂഷ്വലി സാധാരണ നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പനിഡ്, ഒരു
ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒന്നും അന്ന് സംഭവിച്ചിട്ടില്ല. വൈൽ ഐ വാസ് ഇൻ ദി ബനിയൻ ട്രീ, ഞാനിങ്ങനെ ബനിയൻ ട്രീ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒന്നും അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ബട്ട് ഓൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഒരു പ്രത്യേക വൈകുന്നേരത്ത്, ഐ ഹാഡ് ഇനഫ്, എന്തായി ഒരു പ്രത്യേക ഒരു വൈകുന്നേരത്ത് ഐ ഹാഡ് ഇനഫ്, എനിക്കത് മതിയായി. എന്ത് മതിയായി? എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ആകാംക്ഷ, ഒരു കൗതുകം, ആ ഒരു കാര്യം എനിക്കെന്തായി? മതിയായി. എന്തിന്? ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ, ആ സമ്മർ വരെ എനിക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം എന്തായി? ഒരു പ്രത്യേക ഒരു വൈകുന്നേരത്തെ സംഭവിച്ചു. അതെനിക്ക് സമ്മർ കഴിയണ വരെ എനിക്കെന്തായി? അത് മതിയായി. ഇനി ആ കാര്യം, എക്സൈറ്റ്മെൻറ്റ് എന്തായിരുന്നു എന്താണ് അടുത്ത പാരഗ്രാഫിൽ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പായിക്കൊണ്ട് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൻ്റെ ഒരു ആശയം പറയാം. അവനക്കിങ്ങനെ ഈ റീഡിങ് പോലത്തെ കാര്യങ്ങളിൽ ഫീലിംഗ് ഇല്ലാത്തുമ്പോൾ അതിങ്ങനെ കുറേ ആർക്കും എപ്പോഴും റെഡി ആകാൻ കഴിയില്ലല്ലോ, കുറച്ചൊക്കെ ഫ്രീ ആവണ്ടേ. അപ്പോൾ ഇങ്ങനെ റീഡിങ് ഒക്കെ നമുക്ക് ഇങ്ങനെ വെറുക്കുമ്പോൾ അവനെന്താകും? ആ ബനിയൻ ട്രീൻ്റെ ലീവ്സിൻ്റെ ഇടയിൽ കൂടി താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ഗ്രാൻഡ്മ ഡ്രസ്സ് തൂക്കിയിടുകയായിരിക്കും, അല്ലെങ്കിൽ തൂക്കിയിട്ട ഡ്രസ്സുകൾ എടുക്കുകയായിരിക്കും. അല്ലെങ്കിലോ ആ പാചകക്കാരൻ ഒരു കച്ചവടക്കാരനോട് വില പേശുകയായിരിക്കും. മാത്രമല്ല അപ്പോൾ ഗ്രാൻഡ് ഫാദറോ തൻ്റെ ഗാർഡനിൽ നല്ല ശക്തമായിക്കൊണ്ട് വളരുന്ന മല്ലികകളെ കൊണ്ട് ഇങ്ങനെ പെറുപെറുക്കുകയായിരിക്കും ചെയ്യുക. എങ്ങനെയായാലും എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നരേറ്റർ പറയാണ്, എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഒന്നും ഉണ്ടാവലില്ല, പ്രത്യേകിച്ചും ഒന്നും ഉണ്ടാകലൊന്നുമില്ല. പക്ഷേ പ്രത്യേക ഒരു വൈകുന്നേരത്ത് എനിക്ക് ആകാംക്ഷയുണ്ടാക്കുന്ന, എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായി. ഇനി എന്താണ് ആ കാര്യം എന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത പാർട്ടിലായിക്കൊണ്ട് ചർച്ച ചെയ്യാം. നിങ്ങൾക്കിതിൽ കിട്ടാത്ത വേർഡ്സോ അല്ലെങ്കിൽ അറിയാത്ത വല്ല വേർഡ്സോ ഡൗട്ട്സോ എന്തുണ്ടെങ്കിലും കമൻറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് കോൺടാക്റ്റ് ചെയ്യാം. ഈ വീഡിയോൻ്റെ അവസാനത്തിലായിക്കൊണ്ട് എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.